ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറിനെതിരായ കുറ്റാരോപണം അദ്ദേഹം ഇന്നത്തെ കാലത്തിനനുസരിച്ച് മാറുന്നില്ല എന്നുള്ളതാണ്. അക്ഷയ്, റിട്ടയർഡ് എയർ മാർഷൽ സഞ്ജീവ് കപൂർ സാർ നമ്മളോടൊപ്പം ഉണ്ട്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ താങ്കൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നു കാണും. താങ്കളും ഫൈറ്റർ ജെറ്റ് ഓടിക്കാൻ ആഗ്രഹിച്ചതാണ്. താങ്കളും പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഇപ്പോഴും താങ്കളുടെ ഹൃദയം നമ്മുടെ ആർമഡ് ഫോഴ്സിന് വേണ്ടി തുടിക്കുകയാണ്. അതെ. പിന്നെന്താ താങ്കൾ വേറെ റൂട്ടിലേക്ക് പോയത്? എൻ്റെ ഫാദർ ആർമിയിലായിരുന്നു. അതുപോലെ ഞാനും ആർമിയിൽ ചേരാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. പക്ഷേ എനിക്ക് നന്നായി പഠിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എയർഫോഴ്സിലോ നേവിയിലോ ചേരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ പഠിക്കാൻ മോശമായിരുന്നു. പഠിത്തത്തിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് ഞാൻ കേട്ടത്. അതെ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ആൻഡ് മൈ ഫാദർ വാസ് ഇന്റലിജന്റ് എനഫ്. അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 12th വരെയെങ്കിലും പഠിക്കണമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഞങ്ങൾ തൊഴാം, 12 വരെയെങ്കിലും പഠിക്കും. അതായത് +2 കഴിഞ്ഞതിന് ശേഷം നീ എന്താഗ്രഹിക്കുന്നോ അത് ചെയ്തോളാം പറഞ്ഞു. ആ സമയത്ത് ഞാൻ കൂടുതലും ബ്രൂസിലിയുടെ സിനിമകൾ കാണുമായിരുന്നു. മാർഷൽ ആർട്സിൽ എനിക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാർഷൽ ആർട്സ് പഠിക്കാൻ വേണ്ടി ഞാൻ ബാങ്കോക്കിലേക്ക് പോയി. പക്ഷെ താങ്കൾ ബാങ്കോക്കിലേക്ക് പോയതിനു ശേഷം വെയിറ്റർ ജോലിയൊക്കെ ചെയ്തതായിട്ടാണ് ഞാൻ കേട്ടത്. എനിക്കവിടെ വേറെ ഒരു ജോലിയും കിട്ടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കാൻ മോശമായിരുന്നു. അതുകൊണ്ടാ അത്. നന്നായി പഠിച്ചാലേ നല്ല ജോലി കിട്ടൂ. അതുകൊണ്ട് വെയിറ്ററുടെ പണി ചെയ്തു. ഷെഫായിട്ട് മാറിയിട്ട് സമോസയൊക്കെ ചെയ്തിരുന്നു. അല്ലല്ല, ഷെഫായിട്ടല്ല, ഞാൻ വെയിറ്റർ ജോലി ചെയ്തിട്ടുണ്ട്. ചെറിയ ദാബ പോലെ ഉണ്ടാവുമല്ലോ, അവിടെ മെട്രോ ഗസ്റ്റ് ഹൗസ് എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ കാലത്തെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ജോലി ചെയ്യും. അത് കഴിഞ്ഞ് ഐ യൂസ് ടു പ്രാക്ടീസ് ഹൈ ബോക്സിംഗ് ഓൺ എ സ്ട്രീറ്റ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അത് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങും. ഇതുപോലെ ഏകദേശം 3-4 വർഷം അങ്ങനെ കടന്നുപോയി. സർ, മാർഷൽ ആർട്സ് പഠിച്ചതിന് ശേഷം താങ്കൾ വന്ന് ഒരു മോഡലാവണമെന്ന് ആഗ്രഹിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. മാർഷൽ ആർട്സ് പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യന്റെ അച്ഛൻ എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം ഒരു മോഡൽ കോർഡിനേറ്റർ ആയിരുന്നു. നീ നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് നീ ട്രൈ ചെയ്യാം, മോഡലിങ്ങിന് നീ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ശരിക്കും അദ്ദേഹമാണ് എനിക്കൊരു വഴി കാണിച്ചു തന്നത്. നീ ഇതിന് ട്രൈ ചെയ്യണം, അങ്ങനെ ഒരുപാട് ഐഡിയാസ് പറഞ്ഞു തന്നു. അദ്ദേഹം ഇന്ന സ്ഥലങ്ങളുണ്ട്, എൻ്റെ അഡ്രസ്സ് തന്ന് ആ സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പിന്നെ നോവൽറ്റി ഫർണിഷിംഗ് ഷോറൂമിൻ്റെ മോഡലായി ആക്ട് ചെയ്തു. എനിക്ക് അതിൻ്റെ ശമ്പളമായി 21,000 രൂപ കിട്ടി. ഞാനപ്പോൾ ചിന്തിച്ചത് 2 മണിക്കൂർ ഞാൻ AC റൂമിൽ ചെലവഴിച്ചു. കൂടെ തന്നെ ഒരു മോഡലും വരുന്നുണ്ടായിരുന്നു. അവരുടെ പേര് സോണിയ എന്നാണ്. ആൻഡ് ഷീ കംസ് ആൻഡ് ഇങ്ങോട്ട് നോക്കണം, പിന്നെ ഇങ്ങോട്ട് നോക്കണം. അത് കഴിഞ്ഞ് ചെയറിലിരിക്കണം. എന്നിട്ട് അവരെ നോക്കണം. അവർ വന്ന് എൻ്റെ അടുത്തിരിക്കും. ഇത്രയൊക്കെ ചെയ്തതിന് 21,000 രൂപ കിട്ടി. അതിനുശേഷം അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് കുഴപ്പമില്ലല്ലോ, തരക്കേടില്ലല്ലോ എന്നൊക്കെ. ഞാൻ 1 മാസം മുഴുവൻ അധ്വാനിച്ച് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുത്താലും 5,000-6,000 കൂടുതൽ എനിക്കൊന്നും കിട്ടില്ല. പക്ഷേ ഇവിടെ 2 മണിക്കൂർ AC റൂമിൽ ഇരുന്നതിന് 21,000 രൂപ. അല്ല, താങ്കൾ ഇങ്ങനെയാണ് പറയേണ്ടത്. 2 മണിക്കൂർ AC റൂമിൽ ഇരുന്ന് ഒരു പെൺകുട്ടിയെ മടിയിലിരുത്തിയതിന് 21,000. അതെ, മടിയിലിരുത്തിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഏകദേശം അവിടെ 200 മുതൽ 250 പേരോളം ഉണ്ടായിരുന്നു. മടിയിലിരുത്തിയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നല്ലോ. ആൻഡ് സോ ഇറ്റ് ഈസ്. അത് കഴിഞ്ഞ് മോഡലിംഗ് പുറകെ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഒരു പടത്തിൽ ചാൻസ് കിട്ടി. താങ്കളോട് ആദ്യമായിട്ട് ഗോവിന്ദയാണ് എന്തുകൊണ്ട് താങ്കൾ ഹീറോ ആയി കൂടാതെന്ന് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. സത്യമാണത്? അതെ. ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ജയ്സേട്ട്. ആ ജയ്സേട്ടിന്റെ ഒപ്പം ഞാൻ ആസ് എ ലൈറ്റ്മാനായി ജോലി ചെയ്തിരുന്നു. അപ്പോൾ വലിയ വലിയ ആക്ടേഴ്സൊക്കെ വരുമായിരുന്നു. ഗോവിന്ദ സാറും അവിടെ വരുമായിരുന്നു. സംഗീത ബിജ്ലാനി, ജാക്കി ഷെറോഫ്, പിന്നെ അനിൽ കപൂർ സാർ. അവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് അവർക്കുള്ള ലൈറ്റിങ്സ് ഒക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഗോവിന്ദ സാർ എന്നോട് പറഞ്ഞത്, ഹേയ്, നിന്നെ കാണാൻ കൊള്ളാലോ, ഹീറോ ആയിക്കോന്ന് പറഞ്ഞു. ഹീറോയാ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. സോ അദ്ദേഹമാണ് എന്നോട് ആദ്യമായി ഇങ്ങനെ പറഞ്ഞത്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. അതായത് 7ാം ക്ലാസ്സിൽ ഞാൻ ഫെയിലായി. പിന്നെന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനാ, ഫെയിലായി, തോറ്റുപോയി. ഞാൻ 7ാം ക്ലാസ്സിൽ തോറ്റുപോയി. അതിൻ്റെ പേരിൽ അച്ഛൻ എനിക്ക് 2 അടിയൊക്കെ തന്നു. എന്നിട്ട്
നീ ജീവിതത്തിൽ എന്താകൂമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞുപോയി. ഞാൻ ഒരു ഹീറോ ആവാൻ പോവാന്ന് ഞാൻ പറഞ്ഞു. അതുവരെ എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ അറിയാതെ തന്നെ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞുപോയി. ആ പ്രായത്തിൽ ഞാൻ അറിയാതെ ഞാൻ ഹീറോ ആവെന്ന് പറഞ്ഞു. പിന്നീട് ഗോവിന്ദ സാറും അത് പറഞ്ഞു. അപ്പോൾ ഇക്കാര്യം സത്യമാണോ? താങ്കൾ ഒരു റാമ്പിൽ വാക്കിംഗ് പോകാൻ ഇരുന്നതാണ്, പക്ഷേ കൃത്യസമയത്ത് പോകാൻ സാധിച്ചില്ല. താങ്കൾ ഫ്ലൈറ്റ് മിസ് ചെയ്തു. ആ. അത് കാരണമാണ് താങ്കൾ സിനിമയിലേക്ക് വന്നത്. ഉള്ളതാ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. അതായത് കാലത്തായിരുന്നു ഫ്ലൈറ്റ്, ഞാനത് വൈകുന്നേരമാണെന്ന് തെറ്റിദ്ധരിച്ചു. അതായത് ഈവനിങ് 6 മണി. അതുകൊണ്ട് ഞാൻ കാലത്ത് റെഡിയായില്ല. ആ വ്യക്തി എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, യു ആർ വെരി അൺപ്രൊഫഷണൽ പേഴ്സൺ ദാറ്റ് യു ആർ നോട്ട് കം. ഞാൻ പറഞ്ഞു, തെറ്റ് സംഭവിച്ചു പോയി, വൈകുന്നേരമാണ് ഫ്ലൈറ്റ്, ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പോയി. എന്നിട്ട് ഞാൻ ഉടനെ ബൈക്ക് എടുത്ത് എയർപോർട്ടിലേക്ക് പോയി. പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും ഫ്ലൈറ്റ് പോയി. അപ്പോൾ ഞാൻ വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ശരിക്കും ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി എന്ന് പറയാം. അപ്പോൾ എനിക്ക് 21 വയസ്സായിരുന്നു. ആ സമയത്ത് അമ്മ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നോട് പറഞ്ഞു, വിഷമിക്കണ്ട, ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്ന്. ശ്രമിക്കേണ്ടത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എക്സാക്ട്ലി അതേ ദിവസം തന്നെ, ആ സമയത്തൊക്കെ ശരിക്കും രജത് സാർ ഇത്രയും വലിയ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോകണം പ്രൊഡ്യൂസറെ കാണിക്കാൻ വേണ്ടി, ഡയറക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടി ഇത്രയും വലിയ ഫോട്ടോസ് കൊണ്ടുപോകണം. പോർട്ട്ഫോളിയോ പോലെ. അതെ, പോർട്ട്ഫോളിയോ. അത് കയ്യിലെടുത്തോണ്ട് ബസ് കാത്തു നിന്ന് ബസ്സിൽ കയറി അതിൽ വേണം പോകാൻ. ഞാൻ നട്രാജ് സ്റ്റുഡിയോയിൽ പോയി. അവിടെ ഞാൻ പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടി പോകുമായിരുന്നു. ആ സമയത്ത് ഒരു മേക്കപ്പ് മാൻ, അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രൻ ചേട്ടൻ എന്നെ കണ്ടു. അദ്ദേഹം മിസ്റ്റർ പ്രമോദ് ചക്രവർത്തി സാറിൻ്റെ മേക്കപ്പ് മാൻ ആയിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എടോ തനിക്ക് ഹീറോ ആണോ? ഞാൻ അതേന്ന് പറഞ്ഞു. എവിടെ തൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫോട്ടോസ് കൊടുത്തു. ഇവിടെ നിൽക്ക്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ ഫോട്ടോസ് എടുത്തുകൊണ്ട് പോയി സാറിനെ കണ്ടിട്ട് തിരിച്ചു വന്നു. അദ്ദേഹം സാറിന് എൻ്റെ ഫോട്ടോസ് കാണിച്ചു. സാറിന് ആ ഫോട്ടോസ് വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് എന്നെ അകത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ സാർ എനിക്ക് 5000 രൂപ 5000 രൂപയുടെ ഒരു ചെക്ക് തന്നു. രജത് സാർ, ഞാൻ സത്യമായിട്ട് പറയുക, ഒരു മനുഷ്യന്റെ തലയിലെഴുത്ത് എപ്പോൾ വേണമെങ്കിലും മാറുമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എക്സാക്ട്ലി ഞാൻ കാലത്ത് 6 മണിക്കുള്ള ഫ്ലൈറ്റ് പോകേണ്ടവനായിരുന്നു. അന്ന് വൈകിട്ട് 6 മണിക്ക് എൻ്റെ കയ്യിൽ ചെക്ക്. ആ ചെക്ക് ഞാൻ വാങ്ങിക്കുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് 6 o'clock ആയിരുന്നു. അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ തോന്നിയത്, ഇത് ശരിക്കും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആ ഫ്ലൈറ്റിൽ എനിക്ക് പോകാൻ കഴിയാതെ അൺപ്രൊഫഷണൽ എന്ന് പേര് വാങ്ങിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് താങ്കൾ എപ്പോഴൊക്കെ ഫെയിൽ ആവുന്നു അപ്പോഴൊക്കെ താങ്കളെ ഹീറോ ആയിട്ട് മാറ്റി. അല്ല, അത് ഫ്ലൈറ്റ് പിടിക്കുന്നതിൽ മിസ്സായി താങ്കൾ ഹീറോ ആയില്ലേ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ട്, അവിടെ ഒരുപാട് പേർ നിൽക്കുന്നുണ്ടാവും ടു ബിക്കം എൻ ആക്ടർ. അവർ എന്നെക്കാളും കാണാൻ നല്ല സ്മാർട്ടായിരിക്കും, അവർ എന്നെക്കാളും ടാലന്റഡ് ആയിരിക്കും. പക്ഷേ വ്യത്യാസം എന്താന്ന് വെച്ചാൽ എനിക്ക് ലക്കുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കത് കിട്ടി. എൻ്റെ കാര്യത്തിൽ ഐ ഡോണ്ട് നോ ഇവിടെ എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിനേക്കാളും വലുതായി ജീവിതത്തിൽ ലക്കിനും സ്ഥാനമുണ്ട്. സോ അതുപോലെ കൃത്യസമയത്ത് നമ്മൾ കൃത്യമായ സ്ഥലത്ത് കൃത്യമായ വ്യക്തികളെ കണ്ടുമുട്ടിയാൽ നമ്മുടെ ജീവിതം തനിയെ മാറിക്കോളും. അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എനിക്കൊരിക്കലും അത് നിഷേധിക്കാനാവില്ല. ഞാൻ ശരിക്കും ഒരു ഭാഗ്യവാനാണ്. ദൈവത്തിന്റെ അനുഗ്രഹം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ താങ്കൾ ഖിലാഡി എന്നൊരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷം താങ്കൾക്ക് പോപ്പുലാരിറ്റി വന്നുകൊണ്ടേയിരുന്നു. ഓരോരോ ആക്ഷൻ ഫിലിമായിട്ട് താങ്കൾ ചെയ്യാനും തുടങ്ങി. അതെ, ഞാൻ ഏകദേശം 10 വർഷത്തോളം ആക്ഷൻ മൂവീസിലാണ് അഭിനയിച്ചത്. അപ്പൊ എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. ഞാൻ എപ്പോഴൊക്കെ സെറ്റിൽ പോകുന്നുവോ അപ്പോഴെല്ലാം എനിക്ക് ഒരു ഫൈറ്റെങ്കിലും ചെയ്യേണ്ടതായി വരും. കിക്ക് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങോട്ട് തിരിയണം, ഫൈറ്റ് ചെയ്യണം, ജമ്പ് ചെയ്യണം. എൻ്റെ ലക്കെന്ന് പറഞ്ഞാൽ ആക്ഷൻ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആദ്യം ഞാൻ ആക്ഷൻ ഹീറോ ആയിട്ടാണ് വന്നത്. നോർമലി നമ്മുടെ സിനിമയിൽ ഫിലിം സ്റ്റാർ, സൂപ്പർ സ്റ്റാർ ആണെങ്കിലും എല്ലാവരും താമസിച്ച് എഴുന്നേക്കും, ലേറ്റായിട്ടാണ് സെറ്റിലേക്ക് വരുന്നത്, ലേറ്റായിട്ട് വരും, പ്രൊഡ്യൂസറെ ടെൻഷനാക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ താങ്കളാണെങ്കിൽ അവരെല്ലാം ഉറങ്ങാൻ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് സെറ്റിലെത്തുകയും ചെയ്യും. എൻ്റെ ഫാദർ ആർമിയിലായിരുന്നു. അദ്ദേഹം എന്നെ ഇങ്ങനെയൊരു കാര്യം ശീലിപ്പിച്ചു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് 58 വയസ്സായി. എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരിക്കൽ പോലും ഞാൻ സൺറൈസ് മിസ് ചെയ്തിട്ടില്ല. ദിവസവും ഞാൻ സൺറൈസ് കാണും. കാലത്ത് എഴുന്നേൽക്കുന്നതുകൊണ്ട് ഒരു മനുഷ്യന്
അവന്റെ ഭാഗ്യവും ഒപ്പം എഴുന്നേൽക്കും. പക്ഷേ അതിലൊരു കാര്യം എന്താന്ന് വെച്ചാൽ നല്ല സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. എന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, രാത്രിയിൽ അധിക സമയം ഉറങ്ങാതെ ഇരിക്കുന്നവർ ഒരു വൂൾഫാണെന്ന് പറയും. അതായത് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ സൂപ്പർ സ്റ്റാറുകളും അവർ രാത്രിയെല്ലാം ഉറക്കം ഒഴിച്ചിരുന്ന് രാവിലെ ആയിരിക്കും ഉറങ്ങാൻ പോകുന്നത് തന്നെ. ഗോവിന്ദയൊക്കെ അദ്ദേഹത്തിന്റെ സെറ്റിലേക്ക് അടുത്ത ദിവസമായിരിക്കും പോകുന്നത്. അത് ആരെക്കുറിച്ചും ഈ കാര്യത്തിൽ ഞാൻ കമന്റ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചില ആളുകളൊക്കെ വൈകി എഴുന്നേൽക്കും, വളരെ വൈകി ഉറങ്ങും. അവർക്കും ലക്കുണ്ടാവും. താങ്കൾ ഒരു പാർട്ടിക്കും പോകില്ല, ആരെയും ഫ്രണ്ട്സായിട്ടും വെക്കാറില്ല. അതെ, ഞാൻ പാർട്ടികൾക്കൊന്നും പോകാറില്ല. എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് വളരെ ബോറിംഗ് ആയി തോന്നും. അവിടെ പോയി എന്താ ചെയ്യേണ്ടെന്ന് പോലും എനിക്കറിയില്ല. പാർട്ടിക്ക് പോകുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ പോകില്ല. ഇൻഡസ്ട്രിയിൽ എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് മാത്രമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 40 വർഷം പഴക്കമുള്ള ഫ്രണ്ട്ഷിപ്പാണ്. 40-50 വർഷം പഴക്കമുള്ള ഫ്രണ്ട്ഷിപ്പ്. താങ്കൾ മദ്യപിക്കാറുണ്ട്? ഇല്ല ഇല്ല, എനിക്കത് ഇഷ്ടമല്ല. ഒരു പ്രാവശ്യം താങ്കൾ സൽമാനോട് പറഞ്ഞിരുന്നു, ഒരു ഗ്ലാസ് വൈൻ അടിച്ചാൽ തന്നെ ഞാൻ ഫിറ്റാവുന്നു. അതെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ 10th ആനിവേഴ്സറി ആയിരുന്നു. എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കുറച്ച് വൈൻ കുടിച്ചു. ഉടനെ തന്നെ എനിക്ക് ബുദ്ധി കൂടിപ്പോയി. ഞാൻ ചെന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് നിങ്ങൾ വിശ്വസിക്കില്ല, ഐ സ്റ്റാർട്ടഡ് കുക്കിംഗ്. ഞാൻ കിച്ചണിലേക്ക് പോയി പാചകം ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാൻ അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് താങ്കളുടെ കിച്ചണും ഒപ്പം വരുന്നതായിട്ടാണ് കേട്ടത്. പുറത്തുനിന്ന് വരുത്തുന്ന ആഹാരം എനിക്ക് ഇഷ്ടമല്ല. ദൈവം എനിക്ക് ആവശ്യത്തിനുള്ള പണം തന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഹെൽത്ത് ശ്രദ്ധിച്ചുകൂടാ? ഞാൻ എനിക്ക് വേണ്ടി ഒരു ചെറിയ കിച്ചൺ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഷെഫുണ്ട്, അദ്ദേഹം എപ്പോഴും എൻ്റെ കൂടെ വരും. എനിക്ക് ആവശ്യമുള്ളത് ആ ഷെഫ് ഉണ്ടാക്കി തരും. ഞാൻ അതേ കഴിക്കൂ. ചോറ്, പരിപ്പ്, കിച്ചടി, ഇതൊക്കെ ഞാൻ കഴിക്കും. അത്രേ ഉള്ളൂ. ഞാനവിടെ പൊറോട്ട സ്ട്രീറ്റിൽ താങ്കളുടെ ഒരു ഫോട്ടോ കണ്ടിരുന്നു, പൊറോട്ട കഴിക്കുന്നത് പോലെയുള്ള. അതെ, എൻ്റെ ഫോട്ടോ അവിടെയുണ്ട്. കാരണം ഞാൻ അവിടെയാണ് ജനിച്ചത്. അവിടെ എൻ്റെ ഫോട്ടോയുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇത് വ്യാജമാണെന്ന് തെളിയിച്ചാൽ 1000 രൂപ സമ്മാനം കിട്ടുമെന്ന്. ആൻഡ് ഫോട്ടോ ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാ? താങ്കൾക്ക് ആഗ്രഹം കാണില്ലേ, എന്തെങ്കിലും കഴിക്കില്ലേ അല്ലേ? അല്ലല്ല, കഴിക്കും, പക്ഷെ എപ്പോഴും അല്ല. അതായത് അതായത് ഈ ചോലെ ഭട്ടൂരെ അല്ലല്ല, ഞാൻ താങ്കളോട് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങളോടും പറയാം. ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് സാറ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ കഴിക്കുന്നതെന്ന്. ഞാൻ ചോളി ഭട്ടൂര് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കഴിക്കില്ല എന്ന് ഞാൻ പറയില്ല. സോ ഞാൻ എപ്പോഴും നോർമലായിട്ടേ കഴിക്കാറുള്ളൂ. ഞാൻ മറ്റുള്ളവരെ പോലെ കാലറീസ് കണക്ക് കൂട്ടില്ല, പ്രോട്ടീൻ ഇൻടേക്ക് കണക്ക് കൂട്ടില്ല. ഓരോരുത്തരുടെ ഇഷ്ടം അവരങ്ങനെയൊക്കെ നോക്കുന്നു, അങ്ങനെയും വേണം. പക്ഷേ ഞാൻ ഇഷ്ടം പോലെ കഴിക്കും. ഞാൻ എല്ലാം കഴിക്കും. നെയ്യൊഴിച്ച് കഴിക്കും. നമ്മുടെ ഇന്ത്യൻ ഫുഡ് എല്ലാം തന്നെ ഞാൻ കഴിക്കും. എനിക്ക് പൊറോട്ട വളരെ ഇഷ്ടമാണ്, ചോള ഭട്ടൂര ഇഷ്ടമാണ്, ജിലേബി ഇഷ്ടമാണ്. ജിലേബി പാലിട്ട് ഞാൻ കഴിക്കും. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡൽഹിയിൽ കഴിയുന്ന ഒരാളാണ്. എനിക്ക് ആഹാരം വളരെ പ്രധാനമാണ്. കൃത്യസമയത്ത് ഞാനത് കഴിക്കും. പക്ഷേ ലിമിറ്റായിട്ട് കഴിക്കും. ആൻഡ് 6:30 മുമ്പ് കഴിക്കും. അത് കഴിഞ്ഞ് ഞാൻ പിന്നൊന്നും കഴിക്കില്ല. ആൻഡ് അതുപോലെ അത്ര കാലറി ഇത്ര കാലറി അതൊന്നും ഞാൻ ആഹാരം കഴിക്കുമ്പോൾ നോക്കാറില്ല. ഞാൻ എത്ര കഴിച്ചാലും അതിൽ കൂടുതൽ എക്സസൈസ് ഞാൻ ചെയ്യാറുണ്ട്. കാർഡിയോ ചെയ്യാറുണ്ട്, അങ്ങനെ പല എക്സസൈസും. താങ്കളുടെ ഫിറ്റ്നസ് നോക്കുകയാണെങ്കിൽ വളരെ ഫിനോമിനലാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കളെപ്പോലെ ഫിറ്റായ ഒരു ആർട്ടിസ്റ്റ് ഇല്ലെന്ന് തന്നെ പറയാം. അതിൻ്റെ രഹസ്യം എന്താണ്? അതായത് ഞാൻ എൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെയുള്ള ആർക്കും ഞാൻ സജഷൻ പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. ലൈഫ് എന്ന് വെച്ചാൽ there's a lovely word called simplicity. ലിവ് യുവർ ലൈഫ് സിമ്പിൾ. അത് പണം ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിംപ്ലിസിറ്റിയോടുകൂടി ജീവിക്കുകയാണെന്ന് വെച്ചോളൂ. അത് നിങ്ങളെ വളരെ കാമാക്കാൻ ട്രൈ ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഹെൽത്തും വളരെ നല്ലതായിരിക്കും. ഈ ലോ ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, സ്ട്രെസ്, ഇതെല്ലാം നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പോ ഈ സ്ട്രെസ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയെ വല്ലാതെ ബാധിക്കുന്നൊരവസ്ഥയാണത്. പിന്നെ ഡയബറ്റീസിന്റെ കാര്യം എടുത്താൽ നമ്മളാണ് അതിൽ നമ്പർ 1. ഹാർട്ട് പ്രോബ്ലത്തിലും ഇപ്പോൾ നമ്പർ 1ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് വേണ്ടത് ബേസിക്സ് ഓഫ് ലൈഫാണ്. ആ ബേസിക് ഓഫ് ലൈഫ് എന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സിമ്പിളായി ജീവിക്കണം. ഒരിക്കലും സ്ട്രെസ് ആവാതെ നോക്കണം. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചെയ്യണമെന്നേ ഞാൻ പറയൂ.
നന്നായി ചിന്തിക്കൂ. ആരെക്കുറിച്ചും മോശമായി ചിന്തിക്കരുത്. ആരുടെയും ശാപം നിങ്ങൾ ഒരിക്കലും ഏറ്റുവാങ്ങരുത്. അതുപോലെ തന്നെ ജീവിതം എത്രത്തോളം സിമ്പിളായി ജീവിക്കുന്നോ അതുപോലെ മറ്റൊരു അതിശയകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സേവന മനോഭാവം എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം ഒരിക്കലും നശിക്കുകയില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഫ്രൈഡേ പടം റിലീസാകുന്ന സമയത്ത് കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന താങ്കൾക്ക് ശരിക്കും സ്ട്രെസ് കാണില്ലേ? സ്ട്രെസ് ഉണ്ടാവും, പക്ഷേ തലയിൽ പിടിച്ചിരിക്കുന്ന പോലെ ഒരിക്കലും സ്ട്രെസ് ഉണ്ടാവില്ല. ചുവരിൽ തലയിടിക്കുന്ന പോലെ ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എന്റെ പടം ഓടിയില്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ കുറച്ച് വിഷമമുണ്ടാവും, വീട്ടിൽ മിണ്ടാതിരിക്കും. അതിനുശേഷം എവിടെയാണ് പിഴവ് പറ്റിയതെന്ന് ചിന്തിക്കും. പിന്നെ ഞാനൊരു തീരുമാനം എടുക്കും. അതായത് ഇപ്പോ 3 ദിവസം കഴിഞ്ഞല്ലോ, യു ഹാവ് ബീൻ ക്വൈറ്റ് ആൻഡ് മൺഡേ ആയി. വീണ്ടും എനിക്കെന്റെ പടങ്ങൾ തുടങ്ങണം. മറ്റൊരു പ്രൊഡ്യൂസറുടെ കൂടെ അടുത്തൊരു പടത്തിന് ഞാൻ വർക്ക് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ബിക്കോസ് ദീസ് തിങ്സ് ആർ ബിക്കോസ് ഈ വക കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല. അതായത് വിജയം നേടുക എന്നത് നമ്മുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് പ്രകൃതിയുടെ കൈകളിലാണ്. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. വ്യൂവേഴ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്കൾ ഒരുപാട് ഹീറോയിൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ ഫേവറേറ്റ് ഹീറോയിൻ ആരാണ് സാർ? എന്റെ ഫേവറേറ്റ് ഹീറോയിൻ, ഞാൻ എല്ലാ ഹീറോയിൻസിന്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല. കത്രീന. ഞാൻ അറിഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻസിനൊന്നും താങ്കളോടൊപ്പം അഭിനയിക്കാൻ താല്പര്യമില്ലെന്നാണ്. താങ്കളുടെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. നിങ്ങൾ കേട്ടത് തെറ്റായ കാര്യമാണ്. അതിന് നേരെ എതിരാണ്. ഏത് ഹീറോയിൻസിനോട് വേണമെങ്കിലും ചോദിച്ചോളൂ. സോ ഹാപ്പി ടു വർക്ക് വിത്ത് മീ. ഈ അടുത്ത കാലത്ത് ഞാൻ ഗുഡ് ന്യൂസ് പടത്തിൽ അഭിനയിച്ചപ്പോ കരീന അവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞിരിക്കുന്നു, സെയ്ഫിനോട്, ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാലത്ത് 8 മണിക്ക് തന്നെ ഫസ്റ്റ് ഷോട്ട് വയ്ക്കുന്നു, 11:30-12 പാക്കപ്പ് ചെയ്യുന്നു, വീട്ടിൽ വന്ന് പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടെന്ന്. അതിനേക്കാളും വേറെന്താ വേണ്ടത്? ഒരു മനുഷ്യന് കാലത്തെ തന്നെ ജോലി തീരുകയാണെങ്കിൽ അതിന് എന്തൊക്കെ ഫലമുണ്ട്? ഫലം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ട്രാഫിക്കിൽ നമ്മൾ കുടുങ്ങില്ല, നേരത്തെ ഷൂട്ടിംഗ് സ്പോട്ടിൽ എത്താം, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം, പാക്കപ്പായി 2-2:30 മണിയാകുമ്പോഴേക്കും തിരിച്ചു വരുമ്പോഴും നമ്മൾ ട്രാഫിക്കിൽ കുടുങ്ങാൻ സാധ്യതയില്ല. ആ സമയത്ത് വലുതായി ട്രാഫിക് ഉണ്ടാവില്ല. ട്രാഫിക് അവേഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ്. 4-5 മണി മുതലാണ് അത് തുടങ്ങുക. സോ അതുപോലെ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടും. ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാം, ഫ്രണ്ട്സിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാം, നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. അതായത് ഹീറോയിൻസ് താങ്കളോടൊപ്പം അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും താങ്കൾ എന്തുകൊണ്ടാണ് ഓരോ പടത്തിലും ഓരോ ഹീറോയിൻസിനെ എടുക്കുന്നത് 22 വയസ്സ് മുതൽ? അങ്ങനെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പുതിയ ഡയറക്ടറിനോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ആം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. സോ വൈ നോട്ട്? കാരണം വർക്കിലുള്ള അവരുടെ ഗ്രീഡിനെസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പുതിയ ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ അവരുടെ മുഖത്തത് കാണാൻ പറ്റും. എന്തുകൊണ്ട് പാടില്ല? എനിക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ 26 ന്യൂ ഡയറക്ടറിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ. അതുപോലെ തന്നെ 22-23 ഹീറോയിൻസിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പുതിയ ഹീറോയിൻസിനൊപ്പം, ഈ ഇൻഡസ്ട്രിയിൽ പുതിയതായി വന്നവർ. വൈ നോട്ട്? ഞാൻ പഴയ ആളുകളോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ എപ്പോഴാണ് പുതിയ ആൾക്കാർക്ക് ചാൻസ് കിട്ടുക? അത് പറയൂ. അങ്ങനെ ആവാൻ പാടില്ല. അവർക്കും ചാൻസ് കിട്ടണ്ടേ? അല്ല, ചിലരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഔട്ട്ഡോറിൽ എന്തെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ രാവിലെ 5 മണിക്ക് വന്ന് എല്ലാവരുടെയും കഥവിൽ തട്ടുമെന്ന് എഴുന്നേക്കാൻ പറഞ്ഞിട്ട്. ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാനെന്തിനങ്ങനെ ചെയ്യണം? ഞാനെന്തിനാ ഒരാളുടെ വാതിൽ മുട്ടാൻ പോകുന്നത്? ഞാനെന്താ പ്രൊഡക്ഷൻ മാനേജറാണോ വാതിൽ മുട്ടാൻ? എല്ലാവരുടെയും വാതിൽ മുട്ടി പെട്ടെന്ന് റെഡിയാവാൻ പറയാൻ? ഗുൽഷൻ ഗ്രോവർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ രാവിലെ എഴുന്നേൽപ്പിക്കുമെന്നും. ഗുൽഷൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്നെ നേരത്തെ എഴുന്നേൽപ്പിക്കണമെന്ന്. അതായിരിക്കും ഞാൻ എഴുന്നേൽപ്പിച്ചത്. അതെന്റെ ശീലമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, ശരിയല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കുറെ നേരം ഉറങ്ങുമായിരിക്കും അല്ലേ? എല്ലാരും സമയത്തിന് എത്തിക്കോളും. ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം. ഷൂട്ടിംഗ് നടക്കുന്ന സമയങ്ങളിൽ അതിലുള്ള മെയിൻ ആക്ടർ കൃത്യസമയത്ത് ഷൂട്ടിങ്ങിനെത്തിയാൽ അവിടെയുള്ള ബാക്കി എല്ലാ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും എല്ലാവരും കൃത്യസമയത്ത് എത്തിക്കോളും. രജത് സാർ, നിങ്ങൾക്കറിയാവുന്നതാണ്, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ കൃത്യസമയത്ത് എത്തിയാൽ നിങ്ങളുടെ ഓഫീസിൽ മറ്റുള്ളവരും ഭയം കൊണ്ട് കൃത്യസമയത്ത് എത്തിയിരിക്കും. കാരണം ബോസ് നേരത്തെ എത്തുമല്ലോ. ഇത് തീർച്ചയായും നടക്കും. ഒരുപക്ഷെ ബോസ് ഒരു അലസനാണെങ്കിൽ
പിന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് ഒരു കോമണായ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ ഒന്നിനു പിന്നാലെ ഒന്നായി താങ്കളുടെ 10-12 സിനിമകൾ ഫ്ലോപ്പായി. അപ്പോൾ താങ്കൾക്ക് സ്ട്രെസ് ഏർപ്പെട്ടോ? താങ്കൾ സങ്കടപ്പെട്ടോ? രജത് സാർ, നിങ്ങൾ ഇത് മാത്രമാണ് പറയുന്നത്. അതുപോലെ ഒരു സമയത്ത് 12, 13, 14 പടം ഒരുമിച്ച് ഹിറ്റായതും പറയുന്നില്ലല്ലോ. അതായത് അല്ല, ഞാൻ എന്തിനെക്കുറിച്ചാ പറയുന്നതെന്ന് വെച്ചാൽ സാരമില്ല. ഇത് നീതിപീഠമാണ്. എന്റെ പേരിൽ കേസുണ്ട്, വിചാരണ നടക്കുകയാണ്. നെഗറ്റീവിനെ കുറിച്ച് മാത്രമേ പറയാവൂ. പോസിറ്റീവ് കാര്യമൊക്കെ പോട്ടെ, വിട്ടേക്ക്. അതെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇത് ഒരു തവണയല്ല, ഇതുപോലെ എനിക്ക് 2-3 തവണ സംഭവിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 8-9 സിനിമകൾ ഓടിയിട്ടില്ല, 10 പടം ഓടിയിട്ടില്ല. അതുപോലെ ചില സമയങ്ങളിൽ 10-14 പടങ്ങൾ ഓടിയിട്ടുണ്ട്. ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അപ്സ് ആൻഡ് ഡൗൺ എപ്പോഴും ഉണ്ടാവും. പക്ഷേ സ്ട്രെസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് സ്ട്രെസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പടങ്ങൾ ഓടാതിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്താണ് ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഇപ്പൊ എന്താണ് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് 10-15 പടം ഓടിയിട്ടില്ല. ഞാൻ ചിന്തിച്ചത് മേ ബി ഐ എം നോട്ട് കട്ട് ഓഫ് ഫോർ ദിസ്. എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റൂ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കാനഡയിൽ. അവൻ പറഞ്ഞു, നീ നേരെ ഇങ്ങ് വാ, നമുക്കിവിടെ ഒരുമിച്ച് ജോലി ചെയ്യാന്ന്, ഇവിടെ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു. അവനൊരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു, കാർഗോ ബിസിനസ്. അപ്പോ ഞാൻ അവന്റെ ഒപ്പം ബിസിനസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി. ആ സമയത്ത് എന്റെ ലാസ്റ്റ് ഫിലിം 1-2 സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ജോലികൾ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എന്റെ ഒരു പടം ഹിറ്റായി. അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു പടം കൂടി ഹിറ്റായി. അതിനുശേഷം സിനിമയിൽ സണ്ണി ഡിയോൾ അതിൽ അഭിനയിച്ചിരുന്നു. താങ്കൾക്ക് ചാൻസ് കിട്ടിയില്ലായിരുന്നേ താങ്കൾ കാനഡയിൽ തന്നെ കണ്ടേനെ അല്ലേ? അതെ, അത് സത്യമാണ്. ഈ പടം ഓടിയതും ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഓപ്പണായി പറഞ്ഞു, ഈ പടം നന്നായി പോകുന്നുണ്ട്, ഞാൻ തിരിച്ചു പോവാന്ന്. അങ്ങനെ പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. അദ്ദേഹവും സമ്മതിച്ചു. വർഷക്കാലം താങ്കൾ കാനഡ സിറ്റിസനായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതെ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചതുമില്ല, അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചതുമില്ല. അതായത് ഞാനൊരു ഇന്ത്യനാണ്. നമ്മുടെ നാട്ടിലുള്ളവര് പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നില്ലേ? ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി പോയതാണ്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്തതുകൊണ്ട് അവിടുത്തെ പാസ്പോർട്ട് എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. അത് കഴിഞ്ഞ് ഞാൻ ട്വിറ്ററിൽ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരുപാട് പേര് എഴുതിയിരുന്നു, ഫാൻസ് എഴുതിയിരുന്നു ഉടൻ തന്നെ മാറ്റണമെന്ന്. അതിനുശേഷം അപ്ലൈ ചെയ്ത് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഉണ്ടായിരുന്നവർ പറഞ്ഞിരുന്നു ഈ ടാക്സ് ഒക്കെ കെട്ടാതിരിക്കാൻ വേണ്ടി പാസ്പോർട്ട് കാനഡ ആണെങ്കിൽ പോലും യു ഹാവ് ടു പേ യുവർ ടാക്സസ്. ഏത് സോഴ്സിൽ നിന്നാണ് ഏൺ ചെയ്യുന്നത് അത് നിങ്ങൾ അടച്ചേ പറ്റൂ. സോ മൈ സോഴ്സ് വാസ് ഹിയർ. ഞാൻ എന്റെ ടാക്സ് അടച്ചിട്ടുണ്ട്. ഇത് തെറ്റായ ഒരു കാര്യമാണ്. ആ സമയത്ത് എന്റെ കാനഡിയൻ പാസ്പോർട്ട് വെച്ച് ഞാൻ എന്റെ ടാക്സ് അടച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനാണ് ഹയസ്റ്റ് ടാക്സ് പെയർ. ഇപ്പൊ താങ്കൾ പ്രോപ്പറായിട്ട് ഇന്ത്യൻ സിറ്റിസനായി മാറി കഴിഞ്ഞു? കറക്റ്റാണ്. 2 വർഷം മുമ്പ് തൊട്ട്. അതിനു മുമ്പ് തന്നെ ഞാൻ ഇന്ത്യനാണ്. ഞാൻ എങ്ങോട്ടും ഓടിപ്പോയിട്ടില്ല. ഞാൻ ഉറപ്പിച്ചു പറയാണ്, ആ സമയത്തും മൊത്തം ടാക്സും ഇന്ത്യയിലാണ് അടച്ചുകൊണ്ടിരുന്നത്. കാനഡയിൽ ഞാൻ 1 പൈസ പോലും ടാക്സ് ആയി അടച്ചിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം.